ഹലോ ഗൂയ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓരോരുത്തരും അത്യാവശ്യം റിക്വസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതായത് എൻ്റെ സേഫ്റ്റി ഗിയേഴ്സും ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ ഗാഡ്ജറ്റ്സും അങ്ങനെ ഞാൻ യൂസ് ചെയ്യുന്ന ഓരോ ഐറ്റംസിൻ്റെ ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ വിചാരിക്കുന്നത്. നിങ്ങളെല്ലാവരും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ റൂം ഒന്ന് കാണിച്ചു തരണം. ഇതാണ് എൻ്റെ റൂം. പിന്നെ അവിടെ മേലെ ഫുള്ള് സ്പെയർ പാർട്സ് ഒക്കെയാണ് വണ്ടീൻ്റെ ഓരോ മാറ്റി കിട്ടിയ വണ്ടിയുടെ ഫെയറിങ്ങും പിന്നെ AGV ആക്സോറിൻ്റെ ഒക്കെ ഓരോ പെട്ടിയും. പിന്നെ താഴെ ഒരു TV ഉണ്ട്, ഒരു ടേബിൾ ഉണ്ട്. അതിലെൻ്റെ എല്ലാവിധ നമ്മളെ വേസ്റ്റ് ബോക്സ് ആണ് നമ്മളെ ടേബിള്. പിന്നെ അതിൻ്റെ താഴെ തന്നെ ഒരു കുറച്ച് സാധനങ്ങൾ പെട്ടിയും സാധനങ്ങളൊക്കെ ഉണ്ട്. അതിനെന്താണെന്ന് വെച്ചാൽ എൻ്റെ വണ്ടിയിൽ റിപ്പയർ ചെയ്തിട്ട് കൊണ്ടുവന്നതിന് ശേഷമുള്ള ഓരോ സ്പെയർ പാർട്സ് ഒക്കെയാണ്. അവിടെ വീലൊക്കെ കിടക്കുന്നുണ്ടോ, എൻ്റെ ഡ്രസ്സൊക്കെ അവിടെ ഉണ്ട്. അതൊന്നും മൈൻഡ് ആക്കണ്ട, നമുക്ക് ജസ്റ്റ് വീഡിയോയിലോട്ട് കിടക്കാം. ഫസ്റ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എൻ്റെ ജാക്കറ്റ് എന്ന് പറഞ്ഞാൽ സോലേസിൻ്റെ സാബർ V3 ആണ്. അത്യാവശ്യം നല്ലൊരു അടിപൊളി ജാക്കറ്റാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ പ്രൈസ് ആയതെന്ന് പറഞ്ഞാൽ 9750 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട് ആയത്. ഇത് തെർമൽ ലൈനറാണ്. ഇതിൻ്റെ ഉള്ളിൽ ആർമേഴ്സും ഒക്കെ ഉണ്ട്, ചെസ്റ്റ് പ്രൊട്ടക്ഷൻ എല്ലാം അടക്കം വരുന്ന. അപ്പോൾ ഞാൻ എങ്ങനെ നോക്കിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇതിൻ്റെ അത്ര ബെറ്റർ ആയിട്ടുള്ള ആർമേഴ്സും ഇതിൻ്റെ അത്ര ബെറ്റർ മെറ്റീരിയലുള്ള ഒരു ജാക്കറ്റ് വേറെ കണ്ടിട്ടില്ല, ഇതുവരെ കണ്ടിട്ടില്ല. ഈ സാധനം തന്നെ ഉള്ളൂ ഇതിൻ്റെ ഒരു പ്രൈസ് റേഞ്ചിൽ. ഭയങ്കര വാല്യൂ ഫോർ മണിയാണ് ഈ ജാക്കറ്റ്. ഇതൊക്കെ കണ്ടോ, ഒരു നമ്മളെ ക്ലബിൻ്റെ ബാഡ്ജൊക്കെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ റൈഡിങ് പാൻറ്. ഈ പാൻറ് എന്ന് പറഞ്ഞാൽ സോലേസിൻ്റെ S30 റൈഡിങ് പാൻസ് എന്നാണ് നെയിം. ഇതിനിപ്പോൾ ഇങ്ങനെ ഓരോ എയർവെൻ്റ് അങ്ങനത്തെ കുറച്ച് സംഭവമൊക്കെ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ എയർവെൻ്റ്. ഈ രണ്ട് ജാക്കറ്റും ഈ പാൻറ്റും എന്ന് പറഞ്ഞാൽ ഒരു സ്ലിം ഫിറ്റ് ലുക്ക് കേട്ടോ. ഒരു തെർമൽ ലൈനറൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ബോഡിയിൽ നന്നായിട്ട് സ്ലിം ആയിട്ട് നിൽക്കുന്ന പോലെ, ഒരു അഡ്വഞ്ചർ ജാക്കറ്റ് പോലെ തൂങ്ങി കിടക്കൂല. അപ്പോൾ ഇതുകൊണ്ട് എനിക്കൊരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ആയിട്ടില്ല. ബോഡിയിൽ തൂങ്ങി കിടക്കുന്ന ആ ഒരു ഫീലായിട്ട് എനിക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. ഒരു പെർഫെക്റ്റ് ഫിറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. പല സ്ഥലത്തും ഇവിടെയൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള സ്ഥിതിക്ക് തന്നെ ഓരോ രീതിയിൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഈവൻ ബൂട്ട്സ് വരെ ഇതിൻ്റെ ഉള്ളിൽ കൊള്ളുന്ന രീതിയിൽ സെറ്റാക്കി വെക്കാം. ഈ രണ്ട് ജാക്കറ്റിൻ്റെയും ഈ പാൻറ്റിൻ്റെയും ഒരു റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ വേറെ തന്നെ ചെയ്തിട്ടുണ്ട്, ഒരു അൺബോക്സിംഗ് ഒക്കെ കൂടെ ആയിട്ട്. അത് നിങ്ങൾക്ക് ഇവിടെ മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ അതാണ് ജാക്കറ്റും പാൻറ്റും. അത് പോട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമുക്ക് ഗ്ലൗസ് നോക്കാം. ഈ ഗ്ലൗസ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൾഡാണ്, ഒരു 2-3 കൊല്ലമായിട്ടുണ്ടാവും. സോലേസിൻ്റെ ആസ്പയർ ഗ്ലൗസ് എന്നാണ്. ഇപ്പോൾ സ്റ്റിൽ കുഴപ്പമൊന്നുമില്ല, ഡാമേജ് ഒന്നുമില്ല, ഇതുവരെ ക്രാഷ് ഒന്നും ആയിട്ടില്ല. അങ്ങനെ ഓക്കേഷാണ് സംഭവം നല്ല ഗ്രിപ്പാട്ടോ. ഒരു ഫുള്ള് ലെതർ മെയ്ഡാണ്. പിന്നെ പാം സ്ലൈഡേഴ്സ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഈ നക്കിൾ ഗാർഡ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രെങ്ത് ആട്ടോ. ഈ സാധനം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള. കാരണം ഭയങ്കര സ്ട്രെങ്ത്, എങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരു ഡാമേജ് വരാത്ത രീതിയിൽ ഭയങ്കര സ്ട്രെങ്ത്തായി സാധനത്തിന്. പിന്നെ ഓരോ ഫിംഗറിൻ്റെ അവിടെയൊക്കെ ഓരോ ഗാർഡ്സ്, അതൊക്കെ തന്നെ ഒരു അത്യാവശ്യം വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഒരു ഫുൾ ലെതറിൻ്റെ ഒരു ഗ്ലൗസ്. സംഭവം നൈസാണ്, നല്ല ഗ്രിപ്പും കിട്ടുന്നുണ്ട്, അത്യാവശ്യം കോൺഫിഡൻസ് കിട്ടും റൈഡ് ചെയ്യുമ്പോൾ. പ്രോപ്പറായിട്ടുള്ള സൈസ് എടുത്താൽ മതി എന്ന് മാത്രം. അതാണ് എൻ്റെ നോർമൽ റൈഡിങ് ഗ്ലൗസ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. പിന്നെ എന്ന് പറഞ്ഞാൽ എനിക്ക് 2 ഗ്ലൗസ് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ സുവോമി എന്ന് പറഞ്ഞ കമ്പനീൻ്റെ വാട്ടർ പ്രൂഫ് ഗ്ലൗസാണ്. അതായത് ഇതിൻ്റെ ഉള്ളിലിപ്പോൾ ഞാൻ ജസ്റ്റ് മറ്റേയും കൂടെ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇങ്ങനെയാണ്. ഇതൊരു പെർഫെക്റ്റ് നല്ല ഫിറ്റ് ആട്ടോ. ഒരു മറ്റേ സീരിയൽ കില്ലേഴ്സൊക്കെ കാണിക്കില്ല എങ്ങനെ സിനിമയിലൊക്കെ, അതുപോലെ ഇട്ട് കാണിച്ചു കിടക്കുന്നു. ഭയങ്കര ലുക്കാണ് സാധനം. ഫുള്ള് ബ്ലാക്ക് ആയിട്ട് ആ ഒരു എടുത്ത് നിൽക്കും ഇതിൻ്റെ ഈ ഒരു കളറും ഇതൊക്കെ. ഇങ്ങനത്തെ ഈ ഒരു സെറ്റപ്പ് ഫുൾ ലെതറായിട്ട് നല്ല ഒരു ഷോ ആണ്. അതാണ് ഈ ഗ്ലൗസ്. ഇനിയിപ്പോൾ ഈ ഗ്ലൗസ് ഇടാന്ന് വെച്ചാൽ ഇതുണ്ടോ, കുറച്ച് ഇത്തിരി മെനക്കെടാണ് ഇടാൻ. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം ഉള്ളിൽ നല്ല പാഡിങ്ങും കംഫർട്ടൊക്കെ ഉണ്ട്. പാഡിങ് എന്നല്ല, ഒരു സോഫ്റ്റ് കോട്ടൺ ക്ലോത്ത് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ടൈറ്റിങ്ങും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ടൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധനം ഊരി പോകുന്ന പ്രശ്നമില്ല. പിന്നെ ഇതിനിവിടെ ഒന്നും പ്രൊട്ടക്ഷനൊന്നും ഇല്ല കേട്ടോ. ഇവിടെ സിലിക്കോണിൻ്റെ ഒരു ഗ്രിപ്പ് കിട്ടാനുള്ള ഒരു സർഫസ് മാത്രമാണുള്ളത്. ഇവിടെ മാത്രമാണ് പ്രൊട്ടക്ഷൻ വരുന്നത്. ഈ ഫിംഗറിൻ്റെ ഈ ഏരിയയിലും ഇവിടെയും, വേറെ എവിടെയും പ്രൊട്ടക്ഷനൊന്നുമില്ല. അപ്പോൾ സംഭവം മഴയത്ത് നല്ല യൂസ്ഫുള്ളാണ്. റൈഡൊക്കെ പോകുമ്പോൾ, ലോങ്ങൊക്കെ പോകുമ്പോൾ ഞാൻ ഈ സാധനം കൊണ്ടാണ് പോവുക. അല്ലാത്തപ്പോൾ നോർമൽ യൂസിനും ഇതിനൊക്കെ ആ സോലേസിൻ്റെ ആസ്പയർ റൈഡിങ് ഗ്ലൗസ് ആണ് യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് എൻ്റെ വാട്ടർ പ്രൂഫ് ഗ്ലൗസ്. അപ്പോൾ അതും കഴിഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാമെന്ന് വെച്ചാൽ
ഇതിലെൻ്റെ റൈഡിങ് ബൂട്ട്സ് കേട്ടോ. ഇതെടുക്കാൻ പോയ വീഡിയോ നിങ്ങൾ ചിലർ കണ്ടിട്ടുണ്ടാവും. കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ ഇവിടെ മേലെ വരുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മതി, കാണാൻ പറ്റും. ഇതാണ് ഞാൻ അന്ന് വാങ്ങിച്ച റൈഡിങ് ബൂട്ട്സ്. സൈസ് 8 ആണ്. BBG റേസർ ബൂട്ട്സ് എന്നാണ് ഇതിൻ്റെ നെയിം. ഇതിൻ്റെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 9000 ആണ് വരിക. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വളരെ നല്ല ഒരു ബൂട്ട്സാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ ഇതൊക്കെ ഉള്ളൊരു ബൂട്ട്സ് വേറെ ഇല്ല. അത് ഞാൻ ഇങ്ങനെ ഈ വാല്യൂ ഫോർ മണി പ്രൊപ്പോസിഷനൊക്കെ അത്യാവശ്യം നോക്കിയിട്ടാണ് പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. പക്ഷേ ഇതിൻ്റെ ആകെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കര സ്ട്രെങ്ത് കൂടിയ മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റിംഗ് ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ഇങ്ങനെയുള്ള ഈ ബെൻഡിങ് എന്നൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മളെ കാലിന് അത്രയും സ്ട്രെങ്ത് ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ഇട്ട സമയത്ത് ഇത് ബെൻഡാവുക, അത് ഇങ്ങനെ ഒരു ബെൻഡിങ് ഒന്നും നടക്കാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഭയങ്കര ആകെ ഒരു ഇരുമ്പിൻ്റെ ബൂട്ട്സ് ഇട്ട പോലത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ കുറച്ച് ഓടിച്ചപ്പോൾ റെഡിയായി, ഓക്കേഷായി. ഇപ്പോൾ ഇങ്ങനെ ഓക്കെ ആയി, എല്ലാ ട്രിപ്പിനൊക്കെ ഇട്ട് നടക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. നല്ല പ്രൊട്ടക്ഷൻ ഉണ്ട്, ടോയ്സ് ലൈഡേഴ്സ് ഉണ്ട്, കുറേ ഫുള്ള് പ്രൊട്ടക്ഷനാണ് സാധനം. എവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കാല് ബാക്കി ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ. ഈ ഏരിയ ഒന്നും ഫുള്ള് നെങ്ങയില്ല കേട്ടോ. ആ ഒരു റിജിഡായിട്ടുള്ള ആ ഒരു ഹാർഡ് ഷെല്ല് പോലെ ഇവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ ടോയ് ഷിഫ്റ്റർ പാഡ് ഒക്കെ ഈ ബൂട്ട്സിലുണ്ട്. അപ്പോൾ ഈ 9000 രൂപയ്ക്ക് ഈ സാധനം എന്ന് പറഞ്ഞാൽ അടിപൊളി വാല്യൂ ഫോർ മണിയാണ്. ഇത് ഫുൾ ബൂട്ട്സ് ആട്ടോ. ഇപ്പോൾ ഹാഫ് സൈസിലായിട്ടുള്ള ഇവിടെ വരെ ആംഗിൾ ലെങ്ത്തിലൊക്കെ വരുന്ന ബൂട്ട്സൊക്കെ വേറെ ഉണ്ട് ഇവർ തന്നെ. പക്ഷേ അതിനാകെ 2000 രൂപേൻ്റെ എന്തോ വ്യത്യാസമുള്ളൂ. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത് എത്രയോ വാല്യൂ ഫോർ മണിയാണ്. അപ്പോൾ അതാണ് ബൂട്ട്സ്. അതിൻ്റെ ബോക്സ് ഇവിടെ ക്ലോസ് ചെയ്ത് വെക്കാം. അതും പോട്ടെ. ഇനി നമുക്ക് എൻ്റെ ഈ ആക്സോർ നോക്കാം. ഈ ആക്സോർ ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ മുന്നേ ആമസോണിൽ നിന്ന് എടുത്താട്ടോ. 4994 അന്ന് MRPക്ക് ഓർഡർ ചെയ്യേണ്ടി വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ഈ ഇറങ്ങിയ ടൈമിൽ വന്നിരുന്നതാണ് ഈ ഒരു കളറ്. പക്ഷേ ഈ കളറ് പല ഷോപ്പിലും ഞാൻ അന്വേഷിച്ചിട്ട് ഈ ഒരു ഗ്രീൻ കളറ് പല സ്ഥലത്തും സ്റ്റോക്കില്ല. ഉണ്ടെങ്കിൽ തന്നെ ലാർജ് അല്ലെങ്കിൽ അങ്ങനത്തെ ഓരോ കളേഴ്സാണ് സ്റ്റോക്ക് വരിക. അപ്പോൾ എനിക്ക് പറ്റില്ലായിരുന്നു, എനിക്ക് മീഡിയം സൈസ് കിട്ടണമായിരുന്നു. അപ്പോൾ അങ്ങനെ കാത്തു നിന്ന് എവിടെയും കിട്ടാതായപ്പോൾ അവസാനം ഞാൻ ആമസോണിൽ നിന്ന് MRPക്ക് ഓർഡർ ചെയ്തു. സാധനം എടുത്തിയപ്പോൾ സാധനം ഓക്കെ ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്ത് തുടങ്ങി. അപ്പോൾ അതാണ് ഈ ആക്സോർ എടുത്ത സ്റ്റോറി. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പോയിലർ ക്ലിയർ ആണ്. ഇപ്പോൾ ഒരു 1 അല്ലെങ്കിൽ 2 കൊല്ലം ആവാനായിട്ടുണ്ട് തോന്നുന്നു. ഇതിൻ്റെ ഏകദേശം ഈ സ്റ്റിക്കറൊക്കെ ഒരു കളർ ഫെയ്ഡ് ആയിട്ടുണ്ട്. ഈ സൈഡിലൊന്നും കുഴപ്പമില്ല കേട്ടോ. ഈ മേലെ ഇത്തിരി ഭാഗമൊന്ന് കളർ ഫെയ്ഡിങ് വന്നിട്ടുണ്ട്. വേറെ എവിടെയും ഷെല്ലിനൊന്നും ഒരു ഇഷ്യൂ ഇല്ല. ഞാൻ ഇത് വെച്ചിട്ടാണ് അത്യാവശ്യം എൻ്റെ എല്ലാവിധ റൈഡുകളും നടത്തുന്നത്. ഇത് AGVയുടെ സെയിം വെയിറ്റ് തന്നെയാണ് വരുന്നത്, 1500 പ്ലസ് ഓർ മൈനസ് 50 ഗ്രാം. പക്ഷേ ഇതിൻ്റെ വെയിറ്റ് ഡിസ്ട്രിബ്യൂഷൻ നല്ല വ്യത്യാസമുണ്ട്. ഇത് 1500 പ്ലസ് 50 ഗ്രാം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ പിന്നെ ഈ മൗണ്ട് സെറ്റ്, പിന്നെ ഇതിൻ്റെ മേലെ 3Mൻ്റെ ഡബിൾ സൈഡ് ടാപ്പ് വെച്ചിട്ട് ഈ മൗണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ, ഒരു മൗണ്ട് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ഫ്രണ്ടിൽ കണ്ടോ, ഈ ഫ്രണ്ടിൽ പിന്നെ കുറേ ആൾക്കാർ ചോദിച്ച സംഭവമാണ് എൻ്റെ ആക്ഷൻ ക്യാം വെക്കുന്ന സെറ്റപ്പ് എന്താണ്. എൻ്റെ ആക്ഷൻ ക്യാം ഇവിടെ ഫ്രണ്ടിൽ തന്നെ MCയിലിട്ടിട്ട് ഫുള്ള് കവർ ചെയ്തെടുത്തതാണ്. ഒരു മൗണ്ട് അവിടെ വെച്ച് ഒട്ടിച്ച് ആദ്യം 3M ടാപ്പൊക്കെ ഉണ്ടാവും മൗണ്ടിൽ ആദ്യം തന്നെ ഒട്ടിക്കാൻ വേണ്ടിയിട്ട്. ആ 3M ടാപ്പ് വെച്ചിട്ട് ഒട്ടിച്ച് അതിൻ്റെ ഒപ്പം തന്നെ ഫുള്ള് MCയിലിട്ടിട്ടും കവർ ചെയ്തു. അത് എങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഫിനിഷിങ്ങിൽ കിട്ടാൻ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ ഈ മാസ്കിംഗ് ടാപ്പ് ഉണ്ടല്ലോ, ഞാൻ ഇപ്പോൾ എടുത്തു തരാം. ഈ മാസ്കിംഗ് ടാപ്പ് വെച്ചിട്ട് ആദ്യം ഇതുപോലത്തെ റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഇതിൻ്റെ വേണ്ട അളവിൽ ഞാനിങ്ങനെ ഒട്ടിച്ച് വെച്ചു. നമുക്ക് ഇവിടെ വെച്ചിട്ട് ചെയ്യാം. ഇങ്ങനെ ഒട്ടിച്ച് വെച്ച് 4 സൈഡും ഇതുപോലെ ഒട്ടിച്ച് വെച്ച് പിന്നെ അതിൻ്റെ ഈ സൈഡിലൂടെയൊക്കെ ഈ അളവ് വെച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഈ MCയിലിട്ടിട്ട് ഒട്ടിച്ചു. അങ്ങനെയാണ് ഈ മൗണ്ട് സെറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ നല്ല സ്ട്രെങ്ത്തിൽ ഈ സാധനം നിൽക്കുന്നുണ്ട്. കറക്റ്റ് ആ ഒരു ഷേപ്പും കിട്ടി. ഈ എയർ വെൻറ്റിന് ഒരു തടസ്സമില്ലാത്ത രീതിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ആ ഭാഗം ഉള്ളിലോട്ട് ഇങ്ങനെ കുഴിഞ്ഞ് അങ്ങനെ ആ ഒരു ഷേപ്പ് അന്ന് തന്നെ വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് ഹാർഡാവുന്നതിന് മുന്നേ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം ഈ MCയിലൊക്കെ. അപ്പോൾ അതാണ് എൻ്റെ മൗണ്ടിങ് സെറ്റപ്പ്. എൻ്റെ മൗണ്ട് ഇങ്ങനെയാണ് സെറ്റ് ചെയ്തത് MCയിൽ വെച്ചിട്ട് ഈ മാസ്കിംഗ് ടാപ്പൊക്കെ വെച്ച് റെഡിയാക്കിയിട്ട്. അതുകൊണ്ട് ആ ഫിനിഷിങ്ങിൽ കിട്ടി. നിങ്ങളും ഈ മെത്തേഡ് ട്രൈ ചെയ്താൽ മതി. മാസ്കിംഗ് ടാപ്പ് അല്ലെങ്കിൽ ഇൻസുലേഷൻ ടാപ്പ് എന്തെങ്കിലും വെച്ചിട്ട് അത് ടാപ്പ് ഒട്ടിച്ച് വെച്ചാൽ സൈഡിലോട്ടൊന്നും വൃത്തികേടാവുന്നത് തടയാൻ പറ്റും. അതായിരുന്നു എൻ്റെ മൗണ്ട്. പിന്നെ അതിന്മേൽ ഈ ഗോപ്രോൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ആക്സസറിയാണ് ഈ മൗണ്ട്. ഇങ്ങനെ ഈ റബ്ബറിൻ്റെ ഈ ബീഡിങ് ഒക്കെ വരുന്നത്.
അപ്പോൾ അതും വെച്ചിട്ട് ഒരു രണ്ട് ഹൈറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ആക്ഷൻ ക്യാമിൻ്റെ പൊസിഷൻ റെഡി ആവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ രണ്ട് എക്സ്റ്റൻഷൻ മൗണ്ടുകൾ ഇതിന്മേലാണ് ഞാൻ എൻ്റെ ആക്ഷൻ ക്യാം വെക്കുക. പിന്നെ മൈക്ക് ഒക്കെ ഇതിൻ്റെ സൈഡിലൂടെ ഉള്ളിലൂടെ ഒക്കെ എടുക്കും. ഇവിടെ ഉള്ളിലൂടെ ഒക്കെ എടുക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. ഇതിലൂടെ സൈഡിലൂടെ ആയിരുന്നു ആദ്യം എടുത്തിരുന്നത്. എന്നിട്ട് ഇവിടെ ചിൻ മൗണ്ടിൻ്റെ ഈ ഭാഗത്തായിട്ട് ഞാൻ ക്ലിപ്പ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് എൻ്റെ വ്ളോഗിങ് സെറ്റപ്പ്. പിന്നെ ഇതിൽ കിടക്കുന്നത് പറഞ്ഞാൽ ലെക്സിൻ്റെ B4FM എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. ഇതെന്ന് പറഞ്ഞാൽ ലെക്സിൻ്റെ ഈ B4FM എന്ന് പറഞ്ഞ മോഡൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഫ്ലാഗ്ഷിപ്പ് പോലെയാണ്. കാരണം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഏകദേശം 5000-6000 റേഞ്ചിൽ ഇതിൻ്റെ അത്ര ഫീച്ചേഴ്സും ഇതിൻ്റെ അത്ര സൗണ്ട് ക്വാളിറ്റിയും ബാറ്ററി ലൈഫുള്ള വേറെ ഇൻ്റർകോം ഇല്ല. ഇതൊരു അടിപൊളി മോഡലാണ്. കുറേ വട്ടം റിവ്യൂ ഒക്കെ ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ് ഈ സാധനം എടുത്ത്. അപ്പോൾ ഇത് ഞാൻ എടുത്ത് കണ്ടിട്ട് തന്നെ 2-3 ആൾക്കാർ വേറെ എടുത്തിട്ടുണ്ട്. നല്ല വാല്യൂ ഫോർ മണി ആയിട്ടുള്ള പ്രൊപ്പോസിഷനാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ, നോർമൽ യൂസിനാണെങ്കിൽ ഒരു 2 ആഴ്ചയൊക്കെ കൂടുമ്പോൾ ചാർജ് ചെയ്ത് കൊടുത്താൽ മതി. 800 mAh ബാറ്ററിയാണ്. പിന്നെ 4 റൈഡേഴ്സ് തമ്മിൽ ഇൻ്റർകോമിൽ കണക്ട് ചെയ്യാൻ പറ്റും. പിന്നെ സൗണ്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ലെവലാട്ടോ. നല്ല സൗണ്ട് ക്വാളിറ്റി ഉണ്ട്. ബാസ് ഇത്തിരി കുറവാണെന്നുള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ്. ഭയങ്കര നല്ല ലൗഡായിട്ടും നല്ല ക്ലിയർ ആയിട്ട് ഇതിൻ്റെ സൗണ്ട് കേൾക്കാം. പിന്നെ AAC കോഡൊക്കെ സപ്പോർട്ടഡ് ആണ്. ആപ്റ്റെക്സ് ഇല്ലെങ്കിലും AAC കോഡൊക്കെ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ലാറ്റൻസി ഒന്നും ഇല്ലാത്ത മ്യൂസിക് എൻജോയ് ചെയ്യാൻ പറ്റും. അതാണ് ഈ ഹെൽമെറ്റും ഇതിൻ്റെ ഇൻ്റർകോമും ഒക്കെ കാര്യങ്ങൾ. പിന്നെ ഈ ഹെൽമെറ്റിൽ അവസാനമായിട്ട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇറിഡിയം വൈസറാണ്. ഈ ഇറിഡിയം വൈസർ എന്ന് പറഞ്ഞാൽ നല്ല ലുക്കിൽ നിൽക്കും കേട്ടോ. ഇത് അത്യാവശ്യം നൈറ്റ് യൂസ് ചെയ്യാനും പ്രശ്നമൊന്നുമില്ല. ഈ ആക്സോറിൻ്റെ ഈ ഇറിഡിയം വൈസർ നൈറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഹെഡ്ലൈറ്റ് ഒന്ന് ഓൺ ആക്കി ഇട്ടാൽ മതി. എന്നാൽ അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നുമില്ല. അതൊക്കെ തന്നെ. പിന്നെ ഉള്ളിൽ ഒരു സൺവൈസർ വരുന്നുണ്ട്. ഒരു രസകരമായിട്ടുള്ള സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ ഇറിഡിയം വൈസർ ഞാൻ ഫിക്സ് ചെയ്തതിന് ശേഷം ഈ സൺവൈസർ ഞാൻ യൂസ് ചെയ്തിട്ടില്ല. എനിക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ സ്പോർട്ട് ടൂറിങ് മോഡൽ എടുക്കാതെ ഒരു ട്രാക്ക് സ്പെക്ക് ആയിട്ടുള്ള ഒരു AGV തന്നെ പോയിട്ട് എടുത്ത്. അതിനാകുമ്പോൾ ഈ സൺവൈസർ വരുന്നില്ല. എനിക്കതിൻ്റെ യൂസ് ഇല്ല. ഞാൻ എക്സ്ട്രാ ഇറിഡിയം വൈസർ വെക്കും. ഇറിഡിയം വൈസറാണ് എനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ. അപ്പോൾ ഇതാണ് ആക്സോറിൻ്റെ ഈ ഹെൽമെറ്റ്. അപ്പോൾ അത് പോട്ടെ. ഇനി അടുത്ത എൻ്റെ AGV എന്ന് പറഞ്ഞാൽ അന്ന് അൺബോക്സിങ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ലിങ്ക് കൊടുക്കാം. അതിൽ ക്ലിക്ക് ചെയ്താൽ മതി. മേലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. ഇതെന്ന് പറഞ്ഞാൽ അടിപൊളി ഹെൽമെറ്റ് ആട്ടോ. ഇത് പൈസൻ്റെ കാര്യത്തിൽ കുറച്ച് ഓവറാണെങ്കിലും നല്ല എനിക്കെന്ന് പറഞ്ഞാൽ എൻ്റെ ചെറിയ തല, അപ്പോൾ അതിൽ കൊള്ളുന്ന ഒരു ഹെൽമെറ്റാണ് വേണ്ടത്. ആക്സോറിനെന്ന് പറഞ്ഞാൽ വലിയ ഷെല്ലാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഈ AGV ഒക്കെ എത്രയോ ചെറുതാണ്. AGVൻ്റെ ചെറിയ സൈസിലുള്ള ഷെല്ലിലുള്ളതാണ് ഞാനിപ്പോൾ എടുത്തത്. ഇതിലെന്താ ഗുണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ തല ഏകദേശം ഈ ഒരു ഷേപ്പിൽ ഇതിൽ കറക്റ്റ് പൊതിഞ്ഞ് നിൽക്കുന്നുണ്ട്. മറ്റേതെന്ന് പറഞ്ഞാൽ എൻ്റെ തല ഏകദേശം ഇവിടുന്ന് ഈ ഒരു ബാക്ക് സൈഡ് ഈ ഒരു പോർഷനിലോട്ടാണ് എൻ്റെ തല വരിക. പിന്നെ ഏകദേശം ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഫ്രീ ആയിട്ട് കിടക്കും, ബ്ലാങ്ക് ആയിട്ട് കിടക്കും ആക്സോറിൻ്റെ കേസ് വെച്ച് നോക്കുമ്പോൾ. ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം എൻ്റെ തല ഏകദേശം ഇവിടെ ഫുള്ളായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഫിറ്റായിരുന്നു വേണ്ടത്. അതെനിക്ക് AGVന്ന് തന്നെ കിട്ടുകയും ചെയ്തു. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് തന്നെ നോക്കിയാൽ തന്നെ അറിയാം, ഭയങ്കര എയറോഡൈനാമിക് ആയിട്ടുള്ള ഡിസൈനാണ്. പിന്നെ ഈ ഭാഗത്തൊക്കെ കർവ് ചെയ്തിട്ടാണ് വരിക. പിന്നെ ഈ ഡിസൈനിങ് ഇതൊക്കെ വളരെ പർപ്പസ്ഫുള്ളാണ്. പിന്നെ സ്പോയിലർ കാണാനും അടിപൊളിയാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഡബിൾ വൈസർ ഉള്ള മോഡൽ K3 എടുക്കാത്തത് എന്താണെന്ന് വെച്ചാൽ എനിക്കതിൻ്റെ ആവശ്യം വരുന്നില്ല. ഞാനൊരു ഇറിഡിയം വൈസർ എന്തായാലും വാങ്ങിച്ചു വെക്കും. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ സാധനത്തിൻ്റെ ആവശ്യം വരുന്നില്ല, സൺവൈസറിൻ്റെ ആവശ്യം വരുന്നില്ല. അതാണ് സംഭവം. പിന്നെ ഇതിൻ്റെ ഈ വെന്റിലേഷൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയും ഇങ്ങനെ ഇത് ഓപ്പണിങ്ങും ക്ലോസിങ്ങും ഉണ്ടോ. ഈ വെന്റിലേഷൻ എന്ന് പറഞ്ഞാൽ അടിപൊളി കേട്ടോ, വേറെ ലെവലാണ്. അതായത് ഞാൻ ആക്സോറിലൊന്നും കിട്ടാത്ത ടൈപ്പ് വെന്റിലേഷനാണ് ഇതിലൂടെ കിട്ടുന്നത്. ഞാനിപ്പോൾ സിറ്റിയിലൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നമ്മുടെ ഈ മുഖം ഒക്കെ കൂടെ വിയർക്കും, അതായത് ഇത്രയും ചൂടൊക്കെ തങ്ങി നിൽക്കുമ്പോൾ. പക്ഷേ നല്ല കൂൾ എയർ ഇങ്ങനെ വരും ചുണ്ടിൻ്റെ മൂക്കിൻ്റെ ഒക്കെ ആ ഭാഗത്തോട്ട്, നമ്മുടെ വിയർത്ത് നിൽക്കുന്ന ഭാഗത്തോട്ട് ആ തണുത്ത എയർ ഇങ്ങനെ കയറി വരും. നല്ലൊരു ഫീലാട്ടോ അത്. പിന്നെ അതുപോലെ തന്നെ മേലത്തെ ഈ വെന്റിലേഷനും ഇതൊക്കെ കുഴപ്പമില്ല. തല അങ്ങനെ ചൂടെടുത്ത് നിൽക്കുന്ന ആ ഒരു ഫീലൊന്നും എനിക്ക് വരുന്നില്ല. അപ്പോൾ അതൊക്കെ തന്നെ AGVൻ്റെ കാര്യങ്ങൾ. അപ്പോൾ AGV അവിടെ നിൽക്കട്ടെ. അപ്പോൾ അതൊക്കെ തന്നെയാണ് എൻ്റെ റൈഡിങ് കേസ്. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ ഒരു പ്രൊഡക്റ്റ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. അത് ഇന്നാണ് വന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ച് തരണം എന്ന് തോന്നി. നിങ്ങൾക്ക് വേണ്ടവർ ഇത് ജസ്റ്റ് കണ്ടാൽ മതി, അല്ലാത്തവർ സ്കിപ്പ് അടിച്ച് കളയാം. എന്താ സംഭവം വെച്ചാൽ ഒരു ബാഗാണ്. സഫാരി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ബാഗാണ്. ഈ ബാഗിന് എന്താ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഡ്രാഗ് ബാഗ്സ് ഉണ്ടല്ലോ, അതായത് ബൈക്കേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന ഡൈനീസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡിലുള്ള, അതായത് ഇങ്ങനെ ഞാനിപ്പോൾ ഫോട്ടോ ഇവിടെ കൊടുക്കാം.
അതുപോലത്തെ ഒരു ഷേപ്പ് ഏകദേശം കിട്ടുന്നുണ്ട് ഈ സാധനത്തിന്. പിന്നെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് അത്രത്തോളം ലാർജ് അല്ല, ഒരു കോമ്പാക്റ്റ് സൈസ്ഡ് ആയിട്ടുള്ള ഒരു ചെറിയ ബൈക്കേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ്. എനിക്ക് ആദ്യം യൂസ് ചെയ്ത് നോക്കിയിട്ട് ഒരു റിവ്യൂ ചെയ്യണം എന്നുണ്ടായിരുന്നു, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ എടുത്ത്. ഇത് ഉള്ളിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇത് എങ്ങനെ രസം എന്ന് വെച്ചാൽ മേലെ ഭാഗം നല്ല വലുപ്പത്തിൽ വരും, താഴോട്ട് ഇങ്ങനെ സൈസ് കുറഞ്ഞിട്ട് വരും, ശരിക്കും ഡ്രാഗ് ബാഗ്സ് പോലെ തന്നെ. പിന്നെ ഉള്ളിൽ അത്യാവശ്യം സ്പേസ് ഉണ്ട്, കോമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഇതൊരു റക്സാക്ക് പോലത്തെ ഒരു സെറ്റപ്പ്. മേലെ ഭാഗം കണ്ടല്ലോ, ഇങ്ങനെ സ്ട്രോ വെച്ചിട്ട് ക്ലോസ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യങ്ങളുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇതൊന്ന് ക്ലോസ് ചെയ്യട്ടെ. ഇതിൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി വേറെ ലെവലാട്ടോ. ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. ഞാനിപ്പോൾ മുന്നേ യൂസ് ചെയ്തിരുന്ന ബാഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കിടക്കുന്ന അതാ അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ബാഗ്. അതിനെപ്പറ്റി ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ഇതാണ് ബാഗ്. ഇതിൻ്റെ ഇവിടെ ഒരു അലൂമിനിയത്തിൻ്റെ ഒരു ഹുക്കൊക്കെ വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇട്ട് നോക്കിയിട്ട് ഭയങ്കര കംഫർട്ടബിളാണ് ഈ സാധനം. ഇവിടെയൊക്കെ ഒരു ടൈറ്റ് പിടിച്ചിരിക്കുന്ന ഒരു ഫീലില്ല, ഭയങ്കര കംഫർട്ടബിളാണ്. പിന്നെ ഇവിടെ ഒരു എയർ പാസേജിനുള്ള ഒരു എയർ വെൻ്റ് പോലത്തെ സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഹൈഡ്രേഷൻ ബാഗൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പൗച്ച് പോലത്തെ ഒരു സെറ്റപ്പ് അതിവിടെ മേലെ വരുന്നുണ്ട്. പിന്നെ രസകരമായിട്ടുള്ളൊരു സംഭവം എന്താ വെച്ചാൽ ഇത് ആൻറ്റി തെഫ്റ്റ് ബാഗ് പോലെ ഈ സൈഡിലോട്ട് ഇങ്ങനെ അറകളുണ്ട്. അതായത് സൈഡിൽ നിന്നാണ് ഇത് ആക്സസ് ചെയ്യുക, നമ്മുടെ കൈ ഇട്ടിട്ട്. ഈ ലെഫ്റ്റിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ ഒരു ചെറിയ അറ കിട്ടും. ഈ റൈറ്റിലെ സിബ് തുറന്നു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഈ മെയിൻ അറ ഉണ്ടല്ലോ, അതിലോട്ടുള്ള ഒരു സൈഡ് ഒരു ജസ്റ്റ് ഷോർട്ട് കട്ട് എൻട്രി പോലെ. ജസ്റ്റ് എന്തെങ്കിലും സാധനം അത്യാവശ്യത്തിന് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കൈയിട്ടിട്ട് ഇങ്ങനെ എടുക്കാൻ പറ്റും. ഇത് ആ മെയിൻ ഹോളിലോട്ട് തന്നെയാണ് എത്തിച്ചേരുക. അതാണ് ഇതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പോൾ ബൈക്കേഴ്സിനൊക്കെ അത്യാവശ്യം നന്നായിട്ട് സ്യൂട്ട് ആവുമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് അത്യാവശ്യം കോളേജിലോട്ട് പോകുമ്പോൾ സാധനങ്ങളും കൊണ്ടുപോകാം, എൻ്റെ ആവശ്യത്തിനുള്ള ബൈക്കിംഗ് നീഡ്സിനുള്ള ആക്ഷൻ ക്യാം, ആക്സസറീസ് എല്ലാ സാധനങ്ങളും ഇട്ട് കൊണ്ടുപോകുകയും ചെയ്യാം. അങ്ങനെ ഒരു പർപ്പസ് വെച്ചിട്ടാണ് ഞാൻ ഈ സാധനം എടുത്തത്. നിങ്ങൾക്ക് ഈ സാധനത്തിൻ്റെ ലിങ്ക് ഞാനിപ്പോൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് പറ്റുന്നവരാണെങ്കിൽ നല്ല ബാഗാണ്, ഇങ്ങനത്തെ ഒരു സാധനം നോക്കി നിൽക്കുന്നവരാണെങ്കിൽ ഇത് വാങ്ങിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതാണ് ഈ ബാഗിൻ്റെ റിവ്യൂ. പിന്നെ എൻ്റെ ഈ ബാഗ് ഞാൻ പറഞ്ഞത് ഇത് അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ ഒരു ബാഗായിരുന്നു. ഇത് ഏകദേശം 800 അങ്ങനെ എന്തോ എമൗണ്ടിന് വാങ്ങിച്ചതാണ്. ഇതിനും ഏകദേശം 900 രൂപ എനിക്കിപ്പോൾ ഓഫറിൽ കിട്ടിയതാണ് കേട്ടോ. ഇതിന് അന്ന് ഏകദേശം 800 രൂപ അങ്ങനെ എന്തോ ആണ്. ഇതും അമേരിക്കൻ ടൂറിസ്റ്ററിൻ്റെ അത്യാവശ്യം സ്ട്രെങ്ത്തൊക്കെ ഉള്ള ഒരു ചെറിയ ബാഗാണ്. ഞാൻ ചെറിയ സൈസുള്ള ചെറിയ കപ്പാസിറ്റിയുള്ള ബാഗ്സാണ് ചൂസ് ചെയ്യുക. എനിക്ക് ആദ്യം വലുതൊക്കെ എടുത്തിരുന്നു, ഇപ്പം ഞാൻ ചെറുതാണ് യൂസ് ചെയ്യുക. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. ഇതിൻ്റെ ഈ കോലം കണ്ടാൽ തന്നെ അറിയാം, ഒരു ചാക്ക് പോലെ ഇങ്ങനെ നിൽക്കും, അത്യാവശ്യം സാധനങ്ങൾ കൊള്ളും. ഒരു അറ തന്നെ ഉള്ളൂ. പിന്നെ ഒന്നിവിടെ സ്പേഴ്സോ അങ്ങനെ എന്തെങ്കിലും ചെറിയ സാധനങ്ങൾ വെക്കാനുള്ള ഒരു അറയും കൂടെ. അതാണിത്. പിന്നെ എൻ്റെ ബാലാക്ലാവ എന്ന് പറഞ്ഞാൽ ഒന്ന് ആൽപൈൻ സ്റ്റാർസിൻ്റെ, ഇത് ജസ്റ്റ് സോഫ്റ്റ് മെറ്റീരിയലാണ്. ഇതെനിക്ക് റിയൽ ആക്സസറീസ് നിന്ന് ഗിഫ്റ്റായിട്ട് തന്നത് കേട്ടോ, അതവിടെ കിടക്കട്ടെ. പിന്നെ ഇത് ഒരു എന്താ പറയുക, ഡ്രൈ ഫിറ്റ് മെറ്റീരിയൽ ഉണ്ടല്ലോ, നല്ല മെറ്റീരിയൽ വെച്ചിട്ടുണ്ടാക്കിയൊരു സാധനം. ഇത് മുന്നേ ഇമ്പോർട്ട് ചെയ്തായിരുന്നു. ഏകദേശം 300-500 അങ്ങനെ എന്തോ ഒരു കോസ്റ്റ് വന്ന്, ഓർമ്മയില്ല. 2 കൊല്ലമായിട്ടുണ്ട്. ആക്സോറിൻ്റെ അത്രയും പ്രായമുണ്ട്. അപ്പോൾ ഈ സാധനം ഇതാണ് ഞാൻ ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധനത്തിന് ഒരു കുഴപ്പമില്ല. അങ്ങനെ വിയർപ്പ് എന്തുണ്ടെങ്കിൽ ഈ സാധനം വലിച്ചെടുക്കുകയും ചെയ്യും. അങ്ങനെ അൺകംഫർട്ടബിൾ ആയിട്ട് നിൽക്കുകയും ചെയ്യില്ല. പിന്നെ ഞാൻ വിചാരിച്ച പൊസിഷനിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇത്. അപ്പോൾ അതന്നെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇതാണിപ്പോൾ ഇത്ര കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ ബാഗ് ഇതാണ്, റെയ്ഡൻ്റെ. ഇത് മേലെ ഒരു സാധനം കൂടെ ഉണ്ട്, അത് ഞാൻ വെള്ളം ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഊരി വെച്ചതാണ്. ഇതാണ് ഹൈഡ്രേഷൻ ബാഗ്. റെയ്ഡൻ്റെ വെബ്സൈറ്റിൽ നിന്നാണ് ഞാൻ ഓർഡർ ചെയ്തത്. 999 രൂപ, 1000 രൂപയാണ് ഇതിൻ്റെ എമൗണ്ട്. വളരെ നല്ല ക്വാളിറ്റി ഉണ്ട് സാധനം, ഓക്കെയാണ്. BPA ഫ്രീ ആണ്, അതായത് ടോക്സിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഒന്നുമില്ല. 2 ലിറ്റർ വരെ കപ്പാസിറ്റി ഉണ്ട്. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹൈഡ്രേഷൻ ബാഗ്. അപ്പോൾ അതവിടെ കിടക്കട്ടെ. പിന്നെ ഇത് ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ് മോണോപോഡ് സെറ്റപ്പ്. വലിയ ഹൈറ്റൊന്നുമില്ല, പക്ഷേ എൻ്റെ അത്യാവശ്യം ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നടന്നു പോകുന്ന ഒരു നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയൽ. ഉലാൻസി എന്ന് പറയുന്നത് അത്യാവശ്യം ക്യാമറൻ്റെ ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ചെറിയ കമ്പനിയാണ്. ഈ ഗോപ്രോൻ്റെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ഗോപ്രോൻ്റെ വ്ളോഗ് കേസ് അടക്കം അവരാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ വ്ളോഗ് കേസ് അവർ ഡിസൈൻ ചെയ്യുന്നുണ്ട്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ അവരുടെ ഈ ആക്ഷൻ എമൗണ്ടൊക്കെ വരുന്ന ഒരു മോണോപോഡ് നോക്കിയിട്ട് എടുത്താൽ. ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്താട്ടോ. പിന്നെ ഗോപ്രോൻ്റെ
ഗോപ്രോൻ്റെ ബോക്സിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കാം. ഗോപ്രോൻ്റെ ബോക്സിൽ എക്സ്ട്രാ ബാറ്ററീസ് ഉണ്ട്. എക്സ്ട്രാ ബാറ്ററീസ് ഒന്നും ഇല്ലാതെ വ്ളോഗിങ് നടക്കൂല. എപ്പോഴാണ് തീരുകയെന്ന് പറയാൻ പറ്റില്ല. പിന്നെ ഈ പൗച്ചിൽ കുറച്ച് എക്സ്ട്രാ സാധനങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ND ഫിൽറ്റർ വരുന്നുണ്ട്, ND ഫിൽറ്ററിൻ്റെ അഡാപ്റ്റർ, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, മൗണ്ടുകൾ, പിന്നെ കോൾഡ് ഷൂ മൗണ്ട്, വ്ളോഗ് കേസിൻ്റെ, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്. അതൊന്നും നിങ്ങൾക്ക് ആവശ്യം വരില്ല. പിന്നെ ഈ ലെൻസിൻ്റെ ഗാർഡ്, പിന്നെ 1-2 മൗണ്ടുകൾ, മെമ്മറി കാർഡ്, ഒരു സ്ക്രൂ അഡ്ജസ്റ്റർ, ഒരു 1/4 ഇഞ്ച് അഡാപ്റ്റർ, പിന്നെ ഇതൊക്കെ ഇതിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്റ്റേഴ്സ് ആണ് കേട്ടോ. എന്തെങ്കിലും പൊട്ടിപ്പോയി കഴിഞ്ഞാലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. അതൊക്കെയാണ് എൻ്റെ ഗാഡ്ജറ്റ്സ്. പിന്നെ അവിടെ കിടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഹെഡ്സെറ്റ്, ഒരു നോയ്സ് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മോഡലാണ്. പിന്നെ ഗൂഗിൾ നെസ്റ്റ് മിനി ഉണ്ട്. അങ്ങനെ കുറച്ച് ഐറ്റംസ് എൻ്റെ റൂം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത്യാവശ്യം ഇലക്ട്രിക്കലി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. വണ്ടിയിൽ വേറെ മോഡിഫിക്കേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഓരോ ഐറ്റംസ്, എൻ്റെ സേഫ്റ്റി ഗിയേഴ്സ്, എൻ്റെ വ്ളോഗിങ് സെറ്റപ്പ്. അപ്പോൾ എല്ലാവരും അത്യാവശ്യം ചോദിച്ചിരുന്നു ഞാനെങ്ങനെ വ്ളോഗ് ചെയ്യുന്നത്, എൻ്റെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിരിക്കുന്ന സെറ്റപ്പ്, ഓരോ കാര്യങ്ങളൊക്കെ. പിന്നെ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്ക്. ഇത് ആമസോണിൽ നിന്ന് കിട്ടുന്നതാണ്. ഒരു സാധാ ലെവാലിയർ മൈക്രോഫോണാണ്. ഏതോ സ്മാഷ്ട്രോണിക്സ് അങ്ങനെ എന്തോ ഒരു ബ്രാൻഡിൻ്റെ. അതൊക്കെ ചൈനയിൽ നിന്ന് വരുന്ന സാധനങ്ങളാണ്. ജസ്റ്റ് അവരുടേതായിട്ടുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന ആരാന്ന് വെച്ചാൽ അവരുടെ ബ്രാൻഡിൻ്റെ നെയിം ഇട്ടിട്ട് സെയിൽ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പിന്നെ അതിൻ്റെ ഒപ്പം ഒരു TRS അഡാപ്റ്ററും കൂടെ ഉണ്ട്. TRSനെ TRSലോട്ട് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു സാധനം. ഇതില്ലാതെ നിങ്ങൾക്ക് ക്യാമറ വെച്ചിട്ട് വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഉലാൻസിയുടെ G9-4 എന്ന് പറഞ്ഞിട്ടുള്ളൊരു മോഡൽ. അതായത് GoPro Hero 9 സ്യൂട്ടാവുന്ന രീതിയിലുള്ള ഒരു വ്ളോഗിങ് കേസാണ് ഇത്. അതിൻ്റെ അടിയിൽ മൈക്ക് അഡാപ്റ്ററും സെറ്റ് ചെയ്യും. ഈ ക്യാമറൻ്റെ വില ഏകദേശം 40,000 അടുത്ത് റേറ്റ് വരുന്നുണ്ട്. പിന്നെ ഈ മൈക്ക് അഡാപ്റ്റർ ഉണ്ടല്ലോ, ഈ മൈക്ക് അഡാപ്റ്ററിനുണ്ട് 4,500 രൂപയ്ക്ക്. ഏകദേശം 4,000-4,200 രൂപയ്ക്കൊക്കെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഇവിടെ മേലെ കുറേ കോൾഡ് ഷൂ അറ്റാച്ച്മെൻ്റ് ഉണ്ട്, വേറെ അഡാപ്റ്റർ, കുറേ സെറ്റപ്പ് ഉണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് അത്യാവശ്യം വ്ളോഗ് ചെയ്യാനുള്ള ആവശ്യമില്ലാത്തത് കൊണ്ട് ഊരി വെച്ചതാണ്. അപ്പോൾ അതാണ്. പിന്നെ ഈ വ്ളോഗ് കേസ് യൂസ് ചെയ്തിട്ടാണ് ഈ അഡാപ്റ്ററൊക്കെ ഇങ്ങനെ ഒരു ഹോളും കൂടെ വരുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ബാറ്ററിൻ്റെ ഡോറ് തുറന്നിടാതെ എനിക്ക് ഇത് വെച്ച് യൂസ് ചെയ്ത് വ്ളോഗ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് എൻ്റെ വ്ളോഗിങ് സെറ്റപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് ആ കാര്യങ്ങൾ. അപ്പോൾ പുതിയൊരു കണ്ടൻ്റായിട്ട് അടുത്തൊരു വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരെ ബൈ.